കായംകുളത്ത് സമയം തെറ്റിച്ചെന്നാരോപിച്ച് സ്വകാര്യ ബസ് എറിഞ്ഞു തകർത്തു. കറ്റാനത്താണ് ആക്രമണമുണ്ടായത്. കല്ലേറിൽ ചില്ല് തകർന്ന ബസ്സിലെ യാത്രക്കാർക്കും പരിക്കേറ്റു. ബസിന്റെ ചില്ല് തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്താണ് വിശദാംശങ്ങൾ? കായംകുളത്താണ് സമയം തെറ്റിച്ചെന്നാരോപിച്ചൊരു സ്വകാര്യ ബസ് എറിഞ്ഞു തകർത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ചെറുപ്പക്കാരാണ്. അവർ ചില്ല് ബസ്സിന്റെ പിന്നിൽ നിന്നും കല്ലെടുത്തെറിയുന്നു. ആ ചില്ല് തകരുന്നു. യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് സുധീഷ് ആലപ്പുഴയിൽ നിന്ന് നൽകുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ഈ സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ട് ഈ സമയത്തർക്കം, മത്സരയോട്ടം ഒക്കെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ള, ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള കാലമാണ്. എന്തായാലും സുധീഷ് ചെറുപ്പക്കാരാണെന്ന് തോന്നുന്നു, മറ്റു ബസ്സിലെ ആളുകളായിരിക്കാം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിവരം സമയം തെറ്റിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു എന്നതാണ്. എന്നാൽ ഇതിലെ തന്നെ പഴയ ജീവനക്കാർ അവർ ഈ ബസ്സിലെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കണ്ടക്ടറോട് പണം കടം ചോദിച്ചു. അത് നൽകാത്തതിനെ തുടർന്നാണ് അവർ മദ്യലഹരിയിലായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ബസ്സിന്റെ ചില്ല് എറിഞ്ഞു തകർക്കുകയായിരുന്നു. അതോ ആ ചില്ല് എറിഞ്ഞു തകർക്കുമ്പോൾ ബസ്സിൽ യാത്രക്കാരടക്കം ഉണ്ടായിരുന്നു. അവരുടെ മേൽ നിസ്സാര പരിക്കുകളാണെങ്കിൽ പോലും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായി. പിന്നീട് ഈ ബസ് പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ബസ്സിന്റെ ചില്ല് മാറിക്കൊടുക്കാമെന്ന ധാരണയിൽ അത് നഷ്ടപരിഹാരം നൽകാൻ ഈ ചെറുപ്പക്കാർ തയ്യാറായതിനെ തുടർന്ന് നിസ്സാര വകുപ്പിട്ട് കേസ് ചുമത്തി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്ത് തന്നെയായാലും ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത പിഴവാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ അതിനെ അത്രത്തോളം ഗൗരവത്തിൽ പോലീസ് കണ്ടിട്ടില്ല എന്ന് വേണം നമുക്കിപ്പോൾ അനുമാനിക്കാൻ, പ്രജിത്ത്.